റാഗി പുട്ട് കൂടുതൽ രുചികരമായി എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു തരാം. ഇത് റാഗി പുട്ടുപൊടിയും കുറച്ച് തേങ്ങയുമാണ്. ഇനി പുട്ടുപൊടി നനച്ചെടുക്കാം. അതിനായി ഒരു പ്ലേറ്റിലേക്ക് പുട്ടുപൊടി ഇട്ട് കൊടുത്തു. ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് കുറച്ച് ഫ്രഷ് തേങ്ങാവെള്ളമാണ്. ഇതാണ് ആദ്യത്തെ ടിപ്പ്. വെള്ളത്തിലല്ല, തേങ്ങാവെള്ളത്തിലാണിത് നനച്ചെടുക്കുന്നത്. സാധാരണ പുട്ടിന് ചെയ്യുന്നത് പോലെ കുറേശ്ശെയായി തേങ്ങാവെള്ളം തളിച്ചു കൊടുത്ത് നനച്ചെടുക്കണം. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് മാവെടുത്ത് കയ്യിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് ഇതേമാതിരി ആകണം. ഇനി തേങ്ങാവെള്ളം തളിക്കരുത്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി കുറച്ച് തേങ്ങ കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് ടിപ്പ്. ഇനി ഈ തേങ്ങ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇന്ന് പുട്ട് പ്രഷർ കുക്കറിൽ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യമായി കുക്കിംഗ് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ചെറിയ ഡൗട്ട് ഉണ്ടാകും. പുട്ടുകുറ്റിയിൽ മാവും തേങ്ങയും ഓൾട്ടർനേറ്റ് ആയിട്ട് ഇട്ട് നിറയ്ക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ലൂസായിട്ട് ഇടാൻ പാടുള്ളൂ. മാവും തേങ്ങയും കുറ്റിയിലേക്ക് പ്രസ് ചെയ്യരുത്. കുത്തി നിറയ്ക്കുവാണെങ്കിൽ സ്റ്റീം കയറില്ല. അതെല്ലാം ഫിൽ ചെയ്ത് കഴിയുമ്പോൾ പുട്ടുകുറ്റി ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്പേസ് അതിനകത്ത് കിട്ടും. സ്റ്റീം പെട്ടെന്ന് വരാനും അത് സഹായിക്കും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ലിഡിൽ ഗ്യാസ്കറ്റ് ഇട്ട് തന്നെയാണ് അടയ്ക്കേണ്ടത്. സ്റ്റീം നല്ലതുപോലെ വന്നു കഴിഞ്ഞ് പുട്ടുകുറ്റി അതിലേക്ക് വെക്കാം. ഒരു 2 മിനിറ്റെങ്കിലും സ്റ്റീം ചെയ്തതിന് ശേഷം എടുക്കാം. പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. പൊടിയാതെ പുട്ടുണ്ടാക്കിയെടുത്തത് കണ്ടോ? കറിയോ പഴമോ ഒന്നുമില്ലെങ്കിൽ കൂടി നമുക്കിത് കഴിക്കാൻ പറ്റും, നല്ല ടേസ്റ്റായിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.